ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥന ജീവിതത്തിന് ഒരു ബലമാണ്. 1887 ഒക്ടോബർ 17 ജനിച്ച റോസ എന്നൊരു പെൺകുട്ടി പിന്നീട് എവുപ്രാസിയയായി വിശുദ്ധയായി. തിരുഹൃദയത്തിൻ്റെ എവുപ്രാസിയ എന്ന നാമമാണ് കർമ്മലീത്ത മഠത്തിൽ ശിരോവസ്ത്രം സ്വീകരിച്ചപ്പോൾ സ്വീകരിച്ചത്. 9-ാം വയസ്സിൽ അവൾ തൻ്റെ കന്യാത്വം ദിവ്യനാഥന് പ്രതിഷ്ഠിച്ചു. മരിയ ഭക്തി അവളുടെ ശ്വാസമായിരുന്നു. സ്നേഹമുള്ളവരെ, എപ്പോഴും ജപമാല കൈകളിലേന്തി നടന്നിരുന്നത് കൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മയെന്നും, എപ്പോഴും ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് സഞ്ചരിക്കുന്ന സക്രാരി എന്നും അവൾക്ക് പേര് ലഭിച്ചു. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നവരോട് പറയും, മരിച്ചാലും മറക്കില്ലാട്ടോ. നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം തിരുവചനം, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് ദൈവത്തെ കാണണ്ടേ? എവുപ്രാസ്യമ്മ ഇന്ന് വിശുദ്ധയാണ്. അമ്മ നമ്മോട് സംസാരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥനയുടെ വ്യക്തികളാകണം. ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ചിറകുകളിൽ പറന്നുയരണ്ടേ? ഹൃദയത്തിൽ വസിക്കുന്ന ഈശോയുടെ ഇഷ്ടം നിറവേറ്റണ്ടേ? ആ കരങ്ങളിൽ മുറുകെ പിടിക്കണ്ടേ? നമുക്ക് പ്രാർത്ഥനയുടെ വ്യക്തികളാകാം, പ്രേക്ഷിതരാകാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിനം ഒരു പ്രത്യേക ജപമാല പ്രാർത്ഥിക്കാൻ മറക്കരുത് കേട്ടോ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടെ ആമേൻ.